കഴിഞ്ഞ ക്ലാസ്സിൽ റെക്ടിഫയർ ഫിൽട്ടേഴ്സ് ആ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്തത്. അപ്പൊ നമുക്കിനി വീണ്ടും നമുക്ക് ബി ജെ ടിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ബി ജെ ടി എന്താണ്, അല്ലെങ്കിൽ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്താണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ബി ജെ ടിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിന്റെ കോൺഫിഗറേഷൻസിന്റെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു. അതായത് കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും. അതിൽ തന്നെ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതായത് രണ്ട് ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ട്രാൻസിസ്റ്ററിന്. എമിറ്റർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷൻ, അല്ലെങ്കിൽ ജനറലി നമുക്ക് എമിറ്റർ ജംഗ്ഷനും കളക്ടർ ജംഗ്ഷനും ഉണ്ട്. അപ്പൊ ആ എമിറ്റർ ജംഗ്ഷനെയും കളക്ടർ ജംഗ്ഷനെയും അല്ലെങ്കിൽ രണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ്സിനെയും നമുക്ക് രണ്ട് രീതിയിലും ബയാസ് ചെയ്യാം. അതായത് ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ്. അങ്ങനെ നമ്മൾ കുറെ മോഡ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചു. അതായത് രണ്ടും കട്ട് ഓഫ് ആണെങ്കിൽ, രണ്ടും റിവേഴ്സ് ബയാസ് ആണെങ്കിൽ നമ്മൾ അതിനെ കട്ട് ഓഫ് മോഡ് എന്നും, രണ്ടും ഫോർവേഡ് ആണെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേഷൻ എന്നും, എമിറ്റർ റീജിയൻ ഫോർവേഡും കളക്ടർ റീജിയൻ റിവേഴ്സും ആണെങ്കിൽ അതിന് ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ അങ്ങനെ പഠിച്ചു. ദെൻ നേരെ തിരിച്ചാണെങ്കിൽ, അതായത് കളക്ടർ റിവേഴ്സ് ആണെങ്കിൽ എമിറ്റർ ഫോർവേഡും ആണെങ്കിൽ അതിന് ഇൻവേർട്ട് മോഡ് എന്നൊക്കെ, അങ്ങനെ 4 ഡിഫറെന്റ് മോഡ് ഓഫ് ഓപ്പറേഷൻസ് പഠിച്ചു. അപ്പൊ അങ്ങനെ ബേസിക് ആയിട്ട് വരുന്ന ബി ജെ ടിയുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡയോഡിന്റെയും ട്രാൻസിസ്റ്റേഴ്സിന്റെയും ഒക്കെ ബേസിക്സ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ പഠിച്ചിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡെപ്തില് നമുക്ക് ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും അതിന്റെ ലോഡ് ലൈൻ അനാലിസിസ്, എ സി അനാലിസിസ്, ടി സി അനാലിസിസ്, ഏതൊക്കെ ബയാസിംഗ് മെത്തേഡ്സ് ആണ്, അപ്പൊ ഇത് വരുന്നത് കുറച്ചും കൂടെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ബേസിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസിസ്റ്ററിന്റെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളുമാണ്. അപ്പൊ ഞാനതിൽ ആദ്യം ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം എന്താണ് ഒരു ഡി സി ലോഡ് ലൈൻ, അല്ലെങ്കിൽ ആ ഒരു ലോഡ് ലൈൻ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇവിടെ ഞാനൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോമൺ എമിറ്റർ മോഡല് ഉള്ള ഒരു സർക്യൂട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് കോമൺ എമിറ്റർ ആണോ അല്ലെങ്കിൽ കോമൺ ബേസ് ആണോ അതിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ട് നമുക്ക് കാണാം എമിറ്റർ, ബേസ്, കളക്ടർ, രണ്ട് റെസിസ്റ്റേഴ്സ് ആർ ബി ആർ സി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഡി സി സി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു ഡി സി ലോഡ് ലൈൻ എങ്ങനെ പ്ലോട്ട് ചെയ്യാം, അല്ലെ, എന്തിനാണ് നമ്മൾ ഈ ഒരു ഡി സി ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യുസെന്റ് പോയിന്റ് നമ്മൾ അതിനെ പറയും. ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ക്യുസെന്റ് പോയിന്റ് എന്നൊക്കെ പറയും. സോ ദിസ് ഇസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യുസെന്റ് പോയിന്റ്. അപ്പൊ ഇത് നമ്മളൊരു ട്രാൻസിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കോമൺ എമിറ്ററിന്റെ ക്യാരിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോമൺ എമിറ്ററിന്റെ ക്യാരിക്കകത്ത് എന്റെ ഔട്ട്പുട്ട് ക്യാര നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനല്ലേ ക്യാര. സോ ഐ സി വെർസസ് വി സി. ഇതിനകത്ത് തന്നെ നമുക്ക് അറിയാം ദിസ് ഇസ് കട്ട് ഓഫ്, ആക്റ്റീവ്. വേറെ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി റെഫറൻസിന് വേണ്ടി വരയ്ക്കുന്നതേ ഉള്ളൂ. കട്ട് ഓഫ്, ആക്റ്റീവ്, ദെൻ സാച്ചുറേഷൻ, ഇങ്ങനെയാണ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരുന്നത്, അല്ലെ. അപ്പൊ ട്രാൻസിസ്റ്ററിന് ഏത് മോഡ് ഓഫ് ഓപ്പറേഷനിലും വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബയാസിംഗ്. അപ്പൊ നമ്മൾ ബി ജെ ടി ബയാസിംഗ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ മോഡ് ഓൾറെഡി പഠിച്ചതാണ്. കട്ട് ഓഫ് എന്താണ്, ആക്റ്റീവ് എന്താണ്, സാച്ചുറേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വരയ്ക്കാൻ പോകുന്ന ലോഡ് ലൈനിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, ലോഡ് ലൈൻ എങ്ങനെ വരയ്ക്കാന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പൊ ഈ ലോഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈ പറയുന്ന ലോഡ് ലൈനിനകത്ത് എവിടെ വേണമെങ്കിലും ആ ഒരു പോയിന്റ് വരാം. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് ട്രാൻസിസ്റ്റർ ഏത് മോഡ് ഓഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആക്റ്റീവിലാണോ, അതോ കട്ട് ഓഫിലാണോ, അതോ സാച്ചുറേഷനിലാണോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ പറയുന്നത്. അപ്പൊ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെയാണ് വരുന്നത്, അത് ലോഡ് ലൈനിലായിരിക്കും വരുന്നത്.
Okay, so DC load line എന്ന് പറയുന്നത് it is a graphical representation that is used to analyze the operating point അല്ലെങ്കിൽ quiescent point of a BJT. So ഇതാണ് ഒരു DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഔട്ട്പുട്ട് ക്യാരിക്കകത്താണ് നമ്മളിത് പ്ലോട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡിഫറെന്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് ബയാസിംഗ് വെച്ചിട്ടുള്ള നമ്മുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ക്യാരിയറാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? അപ്പൊ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് വേണം അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് കറണ്ടും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും IC വേഴ്സസ് VC. സോ ഈ IC വേഴ്സസ് VC വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രാഫാണ് നമ്മുടെ ഡോട്ട് ലൈൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഇനി ഡോട്ട് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തേക്കുവാണ്. സോ ഡോട്ട് ലൈൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സിമ്പിൾ സർക്യൂട്ട്, അതിൽ ബേസിൽ റെസിസ്റ്ററും കണക്ടർ റെസിസ്റ്ററും ഉണ്ട്, VCC കൊടുത്തിട്ടുണ്ട്, എമിറ്റർ ഗ്രൗണ്ടഡ് ആണ്. സോ ഒരു കോമൺ എമിറ്റർ മോഡിലുള്ള ഒരു സർക്യൂട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ ലോഡ് ലൈൻ വരയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെയാണത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സർക്യൂട്ടുകൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം. കാരണം ബേസ് കറണ്ട്, കളക്ടർ കറണ്ട് അല്ലെങ്കിൽ ബീറ്റ ഇതുപോലുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നന്നായിട്ട് നമ്മൾ KCL അല്ലെങ്കിൽ KVL ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോ സർക്യൂട്ടുകളും അനലൈസ് ചെയ്യാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം, KVL ഒക്കെ അപ്ലൈ ചെയ്യാൻ അറിയണം. അപ്പൊ ഇതൊരു സിമ്പിൾ സർക്യൂട്ട് ആണ്. ഞാൻ ലോഡ് ലൈൻ എങ്ങനെ വരയ്ക്കും എന്നുള്ളത് പറയാം. അപ്പൊ ഞാൻ ഈ ഒരു സർക്യൂട്ടില് ഞാൻ ഇവിടെ KVL അപ്ലൈ ചെയ്യാൻ പോവാം. ഈ ഒരു കളക്ടർ ലൂപ്പ് അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് സൈഡിൽ ഞാൻ KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു സൈഡിലാണ് ഞാൻ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? KVL അപ്ലൈ ചെയ്യാൻ പോകുന്നത്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. സോ അപ്ലൈ KVL ഇൻ ദ കളക്ടർ ലൂപ്പ്. സോ KVL ഇൻ കളക്ടർ ലൂപ്പ്. കാരണം ഈ ഒരു സെക്ഷനിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരും. നമ്മൾ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് BJT, ബയാസിംഗ് മെത്തേഡ്സും ലോഡ് ലൈനും ഓപ്പറേറ്റിംഗ് പോയിന്റ്, സ്റ്റെബിലിറ്റി ഫാക്ടർ, ഇങ്ങനെയുള്ള കുറച്ച് ഏരിയ. സോ നമ്മൾ കളക്ടർ ലൂപ്പില് KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മളൊരു VCC കൊടുത്തിട്ടുണ്ട്. സോ അത് ഒരു പ്ലസ് VCC ആണ്. നമുക്ക് KVL അപ്ലൈ ചെയ്യാൻ അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ VCC ശരിക്കും ഒരു VCC എന്ന് പറയുമ്പോൾ അത് ഗ്രൗണ്ടിൽ നിന്നല്ലേ നമ്മൾ അത് കൊടുക്കുന്നത്, മൈനസ് പ്ലസ് അല്ലെങ്കിൽ പ്ലസ് VCC. മൈനസ് പ്ലസ് എന്ന് VCC എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഇങ്ങനെ ഒരു സർക്യൂട്ടായിട്ടാണ് നമുക്ക് കാണാം. VCC എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ശരിക്കുള്ള സർക്യൂട്ട്, ഒരു ബയാസിംഗ് കൊടുത്തേക്കുമാണ്. അപ്പൊ മൈനസ് പ്ലസ് ആണ്. മൈനസ് പ്ലസ് എന്ന് പറയുമ്പോൾ പ്ലസ് VCC എടുക്കാം. ഓക്കെ, ഞാൻ അതവിടെ ആ ഒരു മീനിങ് ആണ്, പ്ലസ് VCC. സോ പ്ലസ് VCC വരും. ദെൻ ഈ ലൂപ്പിലോട്ട് നോക്കുവാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ നമുക്ക് അവിടെ മൈനസ് ICRC എഴുതാം, മൈനസ് IC ഇൻറ്റു RC. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ഔട്ട്പുട്ട് ആ വോൾട്ടേജ്, ഈ കളക്ടറിനും എമിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് DC ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു അതും പ്ലസ് മൈനസ് ആണ്. നേരത്തെ ഞാൻ VCC പറഞ്ഞത് മൈനസ് പ്ലസ് ആണ്, ഗ്രൗണ്ടിൽ നിന്ന് മൈനസ് പ്ലസ്. അപ്പൊ പ്ലസ് VCC, ഈ കറണ്ട് ഡയറക്ഷൻ ഇതുകൊണ്ട് മൈനസ് ICRC, ദെൻ അഗെയിൻ പ്ലസ് മൈനസ് ആയതുകൊണ്ട് മൈനസ് VCE ഈക്വൽ ടു 0. ഇതിനകത്തുനിന്ന് ഞാൻ ICRC ഡിറ്റർമിൻ ചെയ്യും. ICRC എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് VCC മൈനസ് VCE എന്ന് വരും. ഇതാണ് നമുക്ക് ICRC കിട്ടുന്നത്. ദെൻ നമുക്ക് ഈ ഒരു ലോഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ അതിനെ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുവാണ്. ഞാൻ ഇതിനകത്ത് IC കണ്ടുപിടിക്കും. ഓക്കെ, IC എന്ന് പറയുന്നത് എന്താണ്? ഞാനൊന്ന് തിരിച്ചെഴുതുവാണ്. ദിസ് ഇസ് സെയിം ആസ് മൈനസ് VCE പ്ലസ് VCC, അങ്ങനെ എഴുതാമല്ലോ. അപ്പൊ ഞാൻ ഇതിനെ ഈ IC, ഇതിനകത്ത് IC എന്ന് പറയുമ്പോൾ ഒരു RC അപ്പുറത്തേക്ക് പോകും. സോ നമുക്ക് എഴുതാം മൈനസ് 1/RC ഇൻറ്റു VCE പ്ലസ് VCC ആണ്, VCC ബൈ RC. അപ്പൊ ശരിക്കും
നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് താണ്ടെ ഇതിനെ ഇങ്ങനെ എഴുതാം. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ഫോമില് നമുക്ക് ഇതിനെ എഴുതാം. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നൊരു വേറൊരു രീതിയിൽ എഴുതുവാണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ഈ ഒരു ഫോമിലാണ് നമുക്കൊരു ലൈൻ ഇക്വേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതിയിൽ എഴുതുന്നത് mx പ്ലസ് c ഫോമുല. ഓക്കെ, അപ്പോ ഇത് ഈ ഫോമിൽ ഞാൻ എഴുതി y is equal to mx plus c. സോ ഈ ഇക്വേഷൻ ഇനിയിപ്പോ ഇത് ഇക്വേഷൻ 1-നെയാണ്, ഇത് ഇക്വേഷൻ 1-നെയാണ് എടുക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എ ലൈൻ ഇക്വേഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ് വിത്ത് എ സ്ലോപ്പ് അല്ലെ. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്? -1/RC ആണ് ഇതിന്റെ സ്ലോപ്പ്. RC എന്ന് പറയുമ്പോൾ കളക്ടർ റെസിസ്റ്റർ ആണ്, സഫിക്സിലാണ് RC. സോ ദിസ് ഈസ് എ ലൈൻ ഇക്വേഷൻ വിത്ത് സ്ലോപ്പ്. m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, സ്ലോപ്പ് -1/RC ആൻഡ് y ഇന്റർസെപ്റ്റ്. അപ്പൊ അവിടെ c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്, അത് VCC/RC ആണ്. അപ്പൊ ഞാൻ ഇതിനെ എഴുതുവാണ്, ദിസ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് സ്ലോപ്പ് അല്ലെ. ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്? അതാണ് m എന്ന് പറയുന്നത്. നമ്മൾ അത് മനസ്സിലാക്കണം. ഈ ഇക്വേഷൻ എഴുതാനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാം -1/RC കളക്ടർ റെസിസ്റ്റൻസ് ആണ് അല്ലെ. അതിന്റെ സ്ലോപ്പ് അതാണ്. അതുപോലെ തന്നെ ആൻഡ് y ഇന്റർസെപ്റ്റ്, ഈ c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. കാരണം നമുക്ക് രണ്ട് പോയിന്റ്സ് വേണ്ടേ, അതിനകത്ത് ഒരു പോയിന്റ് ആണ് ഈ y ഇന്റർസെപ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അതെത്രയാണ്? VCC/RC. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദിസ് ലൈൻ ഈസ് നോൺ ആസ്, ഇതിനെയാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ലൈൻ ഈസ് നോൺ ആസ് ലോഡ് ലൈൻ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോൺ ആസ് DC ലോഡ് ലൈൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ലൈൻ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇന്റർസെപ്റ്റൂടെ വേണം, എക്സ് ഇന്റർസെപ്റ്റ് വേണം. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ, ടു ഗെറ്റ് എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ y0 കൊടുത്താൽ മതി. ടു ഗെറ്റ് എക്സ് ഇന്റർസെപ്റ്റ് പുട്ട് y is equal to 0. y equal to 0. ഇവിടെ നോക്കിയേ, ഇവിടെ y എന്താണ്? y എന്ന് പറഞ്ഞാൽ IC ആണ്. നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ് y is mx plus c എന്ന് പറയുന്നത്. അപ്പൊ y0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ IC-ക്ക് 0 കൊടുക്കും ഇക്വേഷൻ 1-നകത്ത്. സോ പുട്ട് IC is equal to 0 അല്ലെ, which implies ഇക്വേഷൻ 1 implies ഇക്വേഷൻ 1 എന്താവും? IC-ക്ക് 0 കൊടുക്കുമ്പോ IC is equal to 0. ഈ ഇക്വേഷനകത്ത് IC-ക്ക് 0 കൊടുക്കുമ്പോ -1/RC into VC plus VCC/RC എന്ന് വരും. ഇത് നമ്മൾ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VCE/RC equal to VCC/RC അല്ലെ. അല്ലെങ്കിൽ പറയാം this implies VCE equal to VCC. So this is known as, അപ്പൊ ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്. ഇതിനെയാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഒരെണ്ണം ഇത് കിട്ടി, VC is equal to VCC. then ഒരെണ്ണം VCC/RC എന്ന് കിട്ടി. കണ്ടോ, എക്സ് ഇന്റർസെപ്റ്റ് നമുക്ക് എത്ര കിട്ടി? VCC കിട്ടി. എക്സ് ഇന്റർസെപ്റ്റ് VCC, അടുത്ത y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് VCC/RC കിട്ടി. ഈ രണ്ട് പോയിന്റുകളൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് ക്യാരിയിലൂടെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്റർസെപ്റ്റ് പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കുക. നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് VCC ആണ്, y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് VCC/RC ആണ്. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിട്ട് അതിന്റെ കളക്ടർ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ ലോഡ് ലൈൻ എന്താണെന്ന് പ്ലോട്ട് ചെയ്തു. അപ്പൊ ആ ലോഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു സിമ്പിൾ കോമ്പിനേറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാരിക്കകത്ത് നമുക്ക് രണ്ട് പോയിന്റുകൾ, അല്ലെങ്കിൽ ഒന്ന് എക്സ് ഇന്റർസെപ്റ്റും മറ്റേത് y ഇന്റർസെപ്റ്റും ആണ്. എക്സ് ഇന്റർസെപ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു. എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് y0 ആണ് കേട്ടോ. ഈ പോയിന്റിൽ y0 അല്ലേ, ഈ പോയിന്റ് y0 ആണ്. അപ്പൊ y0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ IC, നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് IC-ക്ക് 0 കൊടുക്കുക. കാരണം നമ്മുടെ ക്യാര വരയ്ക്കുമ്പോൾ എപ്പോഴും y ആക്സിസ് എന്താണ്? IC. എക്സ് ആക്സിസ് എന്താണ്? VCE. അപ്പൊ ശരിക്കും എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് y0 കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക്
IC-ക്ക് 0 കൊടുക്കുക. Y0 എന്ന് പറഞ്ഞാൽ IC 0. അതാണ് ഞാൻ ഇവിടെ IC-ക്ക് 0 കൊടുത്തിട്ട് ഇക്വേഷനകത്ത് IC-ക്ക് 0 കൊടുത്തിട്ട് ഇക്വേഷൻ 1 ഇക്വേറ്റ് ചെയ്ത് VC is equal to VCC. അപ്പൊ VC-യുടെ വാല്യൂ എത്ര കിട്ടി? VCC. IC-യുടെ വാല്യൂ എത്ര കിട്ടി? VCC/RC. അത് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. Y is equal to MX plus C-ക്കകത്ത് C എന്ന് പറയുന്നതാണ് ശരിക്കും Y ഇന്റർസെപ്റ്റ്. അതല്ലെങ്കിൽ അവിടെ X-ന് 0 കൊടുത്ത് വീണ്ടും കണ്ടുപിടിക്കണം. X-ന് 0 കൊടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? Y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാം. അപ്പം ആ ഇക്വേഷൻ 1ൽ നിന്നാണ് X ഇന്റർസെപ്റ്റും Y ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കുന്നത്. അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/RC. RC എന്ന് പറയുന്നത് കളക്ടർ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ലൈനെയാണ് ഡോട്ട് ലൈൻ എന്ന് പറയുന്നത്. X ഇന്റർസെപ്റ്റും Y ഇന്റർസെപ്റ്റൂടെ വെച്ചിട്ട് വരച്ചേക്കുന്ന ആ സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ അതിന്റെ സ്ലോപ്പ് എത്രയാണ്? -1/RC. ദെൻ ആ ഒരു ഔട്ട്പുട്ട് ക്യാരിക്കകത്ത് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് Q1, Q2, Q3. അപ്പൊ ഇത് ശരിക്കും കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരിയാണ് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിൽ 3 പോയിന്റുകൾ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഒന്ന് Q1, then Q2 ആൻഡ് Q3. അങ്ങനെ 3 പോയിന്റ് നമ്മൾ ആ ഒരു ഡോട്ട് ലൈനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ അപ്പോഴും ഔട്ട്പുട്ട് ക്യാരി പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് കറണ്ട്. അപ്പൊ കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് കറണ്ട് IC ആണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ആദ്യത്തെ ലെക്ചറിൽ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന BJT സർക്യൂട്ട്സിന്റെ കൂടെ അത് പറഞ്ഞതാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ ഔട്ട്പുട്ട് കറണ്ട് കളക്ടറാണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് VC ആണ്. ദെൻ അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് ഇൻപുട്ട് കറണ്ട് ആണ്. ഔട്ട്പുട്ട് ക്യാരി പ്ലോട്ട് ചെയ്യാൻ നേരത്ത് അതാണ് ഇൻപുട്ട് കറണ്ട്. കോമൺ എമിറ്ററിനകത്ത് ബേസ് കറണ്ട് ആണ്. അപ്പൊ IB1, IB2, IB3 വെച്ചിട്ട് ഈ വരച്ചേക്കുന്നത് എന്താണ്? ഔട്ട്പുട്ട് ക്യാരയാണ്. ഔട്ട്പുട്ട് ക്യാര ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇതിനകത്താണ് നമ്മൾ ആ ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് X ഇന്റർസെപ്റ്റ് എന്താണ്, Y ഇന്റർസെപ്റ്റ് എന്താണെന്ന് നോക്കുക, അതിന്റെ സ്ലോപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ അടുത്ത പോയിന്റുകൾ ശ്രദ്ധിക്കുക. Q പോയിന്റിന്റെ ഡെഫിനിഷൻ ആണ്. ഫോർ എ ഗിവൺ IB, the point of intersection of BJT characteristics curve and the DC load line, that is known as operating point. അപ്പൊ ഞാൻ ഇവിടെ 3 ഓപ്പറേറ്റിംഗ് പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. Q1, Q2 ആൻഡ് Q3. ആ ഇന്റർസെക്ഷൻ പോയിന്റുകളാണ്. അതായത് നമ്മുടെ ക്യാരക്കകത്ത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസിനെയാണ് നമ്മൾ ശരിക്കും ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യുസൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് പോയിന്റ് എപ്പോഴും ആ ലോഡ് ലൈനകത്ത് എവിടെ വേണമെങ്കിലും വരാം അല്ലെ. അപ്പൊ ശരിക്കും എന്താണ് Q, അല്ലെങ്കിൽ ആ Q പോയിന്റിനെ ഡിഫൈൻ ചെയ്യുവാണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പോയിന്റ് എടുത്ത് നോക്കിയേ, Q1, Q2, Q3 ഒക്കെ എടുക്കുവാണെങ്കിലും ആ Q1 കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു BCയും കാണാം, ഒരു ICയും കാണാം. അപ്പം Q എന്ന് പറയുന്ന പോയിന്റ് നമ്മളിപ്പോ 0, 1 എന്ന് പറയുന്നൊരു പോയിന്റ് പറയുന്ന പോലെ, അല്ലെങ്കിൽ 1, 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ Q പോയിന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പൊ Q പോയിന്റ് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ BCയും ICയും കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റൻ ഒക്കെ ചെയ്യാം. അപ്പൊ എപ്പോഴും നിങ്ങളോട് Q പോയിന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട്. അപ്പൊ Q പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് BCE ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടുമാണ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുമ്പോൾ IC. അപ്പൊ ഇതാണ് Q പോയിന്റ്. അവിടെ Q1, Q2, Q3 ഇങ്ങനെ കുറെ പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട് ഫോർ ഡിഫറെന്റ് കറണ്ട് IB1, IB2 ആൻഡ് IB3. സോ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ Q പോയിന്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ നമുക്കിനി ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഡിഫറെന്റ് കേസസ് നോക്കാം. അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് ഇഫ് IB1 is assumed to be the base current, then Q1 is the operating point. നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ്. അപ്പൊ IB1 ആണ് നമ്മുടെ ഇൻപുട്ട് കറണ്ട് എങ്കിൽ അവിടുത്തെ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ ലോഡ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് Q1. Q1 is the operating point. IB2 എടുക്കുവാണെങ്കിൽ Q2 ആയിരിക്കും. അപ്പൊ അതാണ് സിമിലർലി Q2, Q3 are the operating point for IB1, IB2 and IB3 respectively. If IB is varied, IB വേരി ആണെങ്കിൽ എന്ത് സംഭവിക്കും? Then the operating point important ആണ്. If IB is varied, then the operating point will shift along the load line. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. IB മാറുന്നതനുസരിച്ച് നമ്മുടെ Q പോയിന്റ് ലോഡ് ലൈൻ അക്രോസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. കുറെ ഓപ്പറേറ്റിംഗ് പോയിന്റുകളുടെ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. ആ സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ ആ ഒരു ലോക്കസിനെയാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് ലോഡ് ലൈൻ എന്ന് വിളിക്കാം. സോ ലോഡ് ലൈൻ ഈസ് എ ലോക്കസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. സോ ഇനി നമുക്ക് ഈ ലോഡ് ലൈൻ വെച്ചിട്ട് ഒരു ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെ കേസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ, സോ ടു പ്രൊഡ്യൂസ് എ ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റോർഷൻ ഒന്നും കൂടാതെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ആംപ്ലിഫയർ തരണമെങ്കിൽ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് ദ സെന്റർ ഓഫ് ലോഡ് ലൈൻ.
ആ ആക്റ്റീവ് റീജിയനിൽ തന്നെ അത് പ്ലേസ് ചെയ്യണം. ഒരു ആംപ്ലിഫയറിന്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എമിറ്റർ റീജിയൻ ഫോർവേഡും കളക്ടർ റീജിയൻ റിവേഴ്സും ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഇൻ ആക്റ്റീവ് മോഡ്. അപ്പൊ ആക്റ്റീവ് മോഡില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ദ ലോഡ് ലൈൻ. അപ്പൊ നമ്മൾ ആ വരച്ചേക്കുന്ന, അപ്പൊ ഞാൻ അത് കാണിക്കാം ഇവിടെ. ഇത് ലോഡ് ലൈൻ കാണിച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ ക്യൂ പോയിന്റ്. ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നു. ക്യൂ പോയിന്റ് ഈസ് അറ്റ് സെന്റർ ഓഫ് ആക്റ്റീവ് റീജിയൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം സെന്റർ ഓഫ് ലോഡ് ലൈൻ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് വി സി ക്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ആണ് ഐ സി ക്യൂ. അപ്പൊ നമ്മളിവിടെ നോക്കി, അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡിസ്റ്റോർഷൻ ഒന്നും കൂടാത്ത ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഇവിടെ വരച്ചിട്ടുണ്ട്, ഒരു ഡിസ്റ്റോർഷൻ ഒന്നും കൂടാത്ത ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ക്യൂ പോയിന്റേ ഉള്ളൂ. ആ ക്യൂ പോയിന്റ് എവിടെ വെച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലോഡ് ലൈൻ. അപ്പൊ ഇതാണ് ഒരു ആംപ്ലിഫയറിന് വേണ്ടുന്ന കണ്ടീഷൻ. ഒരു ഡിസ്റ്റോർഷൻലെസ് ആംപ്ലിഫയറിന് വേണ്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യൂ പോയിന്റ് ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ദ ആക്റ്റീവ് റീജിയൻ. അപ്പൊ ഞാൻ ഇവിടെ ക്യൂ പോയിന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് റീജിയന്റെ സെന്ററിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടുമാണ് ഇത് വി സി ക്യൂ ആൻഡ് ഐ സി ക്യൂ. അപ്പോ അവിടെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് കറണ്ട് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? അവിടെ ഒരു ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേണമെങ്കിൽ മെഷർ ചെയ്യാം. ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്താലും അതെന്തായിരിക്കും? ഔട്ട്പുട്ട് ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ്. ദെൻ അടുത്ത കാര്യം പറയുന്നതാണ്, ഇഫ് ദ ക്യൂ പോയിന്റ് ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ലോഡ് ലൈൻ then IC has a symmetrical variations. ഇപ്പൊ പറഞ്ഞതാണ് when AC input is applied to the amplifier. So ഇവിടെ കണ്ടതാണ്, ഇത് കണ്ടോ, നമ്മള് ഒരു എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കും. പോസിറ്റീവ് ഓഫ് ആയിരിക്കും, ഡിസ്റ്റോർഷൻ ഒന്നും സംഭവിക്കാതെ വളരെ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ട് ആയിരിക്കും ക്യൂ പോയിന്റ് സെന്ററിലാണെങ്കിൽ കിട്ടുന്നത്. സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് റീജിയന്റെ സെന്ററിലാണ്. സോ whenever the operating point is at the middle of the ലോഡ് ലൈൻ, നമുക്ക് പറയാം we will get a distortionless output. അതാണ് ഒരു ആംപ്ലിഫയറിന്റെ കണ്ടീഷൻ. തന്നെയാണ് നമ്മൾ അതിന്റെ ക്വിസന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ്, ക്വിസന്റ് വോൾട്ടേജും ക്വിസന്റ് കറണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്, വി സി ക്യൂ ആൻഡ് ഐ സി ക്യൂ. So if Q point is at the center of the load line, then IC എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? It will have a symmetrical variation when an AC input is applied. ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ആയിരിക്കും വിത്തൗട്ട് എനി ഡിസ്റ്റോർഷൻ. ഇനി ഞാൻ അടുത്ത പോയിന്റ് ചൂസ് ചെയ്യുന്നത്, ഇഫ് ക്യൂ പോയിന്റ് ഈസ് അവേ ഫ്രം ദ ലോഡ് ലൈൻ, സെന്ററിൽ നിന്നും ഒരുപാട് മാറിയാണ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് കട്ട് ഓഫിനടുത്താണ്. സോ കട്ട് ഓഫിനടുത്താണെങ്കിൽ നമുക്ക് പറയാം കിട്ടുന്ന ഔട്ട്പുട്ട്, അവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുവാണ്. നമ്മുടെ ക്യൂ പോയിന്റിനെ എവിടെ ഫിക്സ് ചെയ്തു? ഇറ്റ് ഈസ് ക്ലോസർ ടു നമ്മുടെ കട്ട് ഓഫ് റീജിയൻ. ആ കട്ട് ഓഫ് റീജിയൻ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ, ഒരു എ സി ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കണ്ടോ, ഇവിടെ ഒരു ക്ലിപ്ഡ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അവിടെ കിട്ടുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഒക്കെ ചെയ്യും ഒരു ആംപ്ലിഫയറില്. സോ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്? ഇറ്റ് ഈസ് ക്ലോസർ ടു നമ്മുടെ കട്ട് ഓഫ് ആണ്. സോ നേരത്തെ സെന്റർ പറഞ്ഞു, സെന്റർ ഓഫ് ലോഡ് ലൈൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ. ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസർ ടു നമ്മുടെ കട്ട് ഓഫ് റീജിയൻ അടുത്തേക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലിപ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സാച്ചുറേഷൻ എടുത്തുകൊണ്ട് പോയാലുള്ള കണ്ടീഷൻ. ഇപ്പൊ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ അല്ലേ? സാച്ചുറേഷൻ എന്ന് പറയുന്നത്, സാച്ചുറേഷൻ എടുത്തോട്ട് പോയാലും നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇഫ് ഇറ്റ് ഈസ് ക്ലോസർ ടു സാച്ചുറേഷൻ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ക്ലോസർ ടു കട്ട് ഓഫ് റീജിയൻ, യു വിൽ ഗെറ്റ് എ ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ചൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ലോഡ് ലൈൻ. അപ്പോൾ സെന്റർ ഓഫ് ലോഡ് ലൈൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് നോൺ സിമെട്രിക്കൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ഞാൻ ഓപ്ഷൻസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇത് ശരിക്കും ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻസ് ഉണ്ട്.
അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ കാര്യമില്ല നമുക്ക് എന്താണെന്നുള്ളത്, കാരണം ഇത് കുറച്ച് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്ലോപ്പ്, ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്. നമ്മൾ നേരത്തെ ഒരു -1/RC സ്ലോപ്പ് കണ്ടു ഒരു സർക്യൂട്ടിൻ്റെത്. ഇവിടെ അതേപോലെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കും. ശരിക്കും ഒരു നമ്മളിനി പഠിക്കും ഡിഫറെന്റ് ബയാസിംഗ് ടെക്നിക്ക് പഠിക്കുമ്പോൾ ഈ ഒരു സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കും. ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് പോലൊരു സർക്യൂട്ടാണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ലക്ഷ്യം ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, അതിന്റെ ജനറൽ ഫോമിൽ നമ്മൾ ഇക്വേഷൻ എഴുതണം. അപ്പൊ ഞാൻ ഇവിടെ KVL അപ്ലൈ ചെയ്യാൻ പോവാണ് ഈ ഒരു ഔട്ട്പുട്ട് സൈഡില്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് സൈഡിൽ KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ KVL അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ലൂപ്പിലാണ്. ഓക്കെ, ഇവിടെ ഞാൻ KVL അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ ഇവിടെ കുറച്ച് കറണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ IC എന്ന് മാർക്ക് ചെയ്യുന്നു അല്ലെ. ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC, ദെൻ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് VCE, ദെൻ ഈ REയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IE. അപ്പൊ അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. VCE ഉണ്ട്, IC ഉണ്ട്, IE ഉണ്ട്. ഓക്കെ, അപ്പോ ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ KVL അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലക്ഷ്യം സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാനിവിടെ KVL അപ്ലൈ ചെയ്യുന്നു. മിക്ക സർക്യൂട്ട്സുകളും നമ്മളിങ്ങനെ KVL ഔട്ട്പുട്ട് സൈഡിൽ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിൽ KVL അപ്ലൈ ചെയ്തിട്ട് ബേസ് കറണ്ടും കളക്ടർ കറണ്ടും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ചോദിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. എല്ലാം കൂടെ ചോദിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പാർട്ട് കണ്ടുപിടിക്കുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അപ്പൊ ഇവിടെ ഞാൻ KVL അപ്ലൈ ചെയ്യുവാണ്. സോ KVL എന്ന് പറയുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. അപ്ലൈ KVL എഴുതിയാൽ മതി. സോ KVL അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ അപ്ലൈ ചെയ്യാം. നോക്കി, സോ VCC മൈനസ് ICRC, then again പ്ലസ് മൈനസ്. നേരത്തെ എഴുതിയത് പോലെ തന്നെയാണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഔട്ട്പുട്ടിൽ എന്ത് വരുന്നുണ്ട്, ഒരു RE എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ IE ശരിക്കും വാട്ട് ഈസ് I എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I is equal to, നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം. അപ്പൊ ഞാനിവിടെ I ഇവിടെ എഴുതുവാണ്. I എന്ന് പറയുന്നത് എന്താണ് ശരിക്കും, I എന്ന് പറയുന്നത് IB പ്ലസ് IC ആണ്. IB പ്ലസ് IC ആണ്. പക്ഷെ നമുക്ക് ഈ IB യെ നെഗ്ലക്ട് ചെയ്യാം. അതായത് IB യെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് IB അപ്രോക്സിമേറ്റ്ലി I is equal to അപ്രോക്സിമേറ്റ്ലി IC എന്ന് എഴുതാം. കാരണം നമ്മൾ DC ലോഡ് ലൈൻ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് IB നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കുക. സോ വി നെഗ്ലക്ട് എന്താണ് IB, we neglect IB in case of DC load line calculation. DC load line calculate ചെയ്താൽ മാത്രമല്ലേ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. So in DC load line calculation, we neglect the base current. അപ്പൊ എനിക്ക് Iയുടെ വാല്യൂ എന്തായിട്ട് കിട്ടി, അപ്രോക്സിമേറ്റ്ലി IC ആയിട്ട് കിട്ടി. അപ്പൊ മനസ്സിലാക്കുക, നമുക്കൊരു സർക്യൂട്ട് തന്നേക്കുവാണ്. അപ്പൊ നമുക്ക് എങ്ങനെയുള്ള സർക്യൂട്ട് ആയാലും നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യും. അപ്പൊ നേരത്തെ തന്ന സർക്യൂട്ടുമായിട്ട് ചെറിയൊരു മാറ്റമേ വന്നിട്ടുള്ളൂ. ഒരു വോൾട്ടേജ് ഡിവൈഡർ വന്നെങ്കിൽ ഇവിടെ RE എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടെ എക്സ്ട്രാ വന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ KVL അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് VCC മൈനസ് ICRC, ദെൻ പ്ലസ് മൈനസ് VCE വരുന്നുണ്ട്. സോ മൈനസ് VCE അത്രയും വന്നു. ഇനി ഒരു IRE വരുന്നുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും IRE എന്നാണ് എനിക്ക് ഇവിടെ വരേണ്ടത്. പക്ഷെ എനിക്ക് I എന്തിന് ഈക്വൽ ആണ്, അപ്രോക്സിമേറ്റ്ലി IC ഈക്വൽ ആണ്. IB നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഇവിടെ വരുന്ന അടുത്ത ടേം എന്ന് പറയുന്നത് മൈനസ് IREക്ക് പകരം ഞാൻ എന്താ കൊടുക്കുന്നത്, ICRE എന്നാണ് കൊടുക്കുന്നത്. കാരണം എന്റെ I എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി IC ആണ്. സോ ഈ കറണ്ട് I is approximately equal to IC. അതുകൊണ്ടാണ് ഞാൻ ICRE എന്ന് കൊടുത്തത്. അപ്പൊ എനിക്ക് ആ ലൂപ്പ് ഇക്വേഷൻ കിട്ടി. ഇനി എളുപ്പമാണ്. ലൂപ്പ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഇതിനകത്ത് നിന്ന് IC ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ICയുടെ ടേംസ് എല്ലാം ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. സോ IC ഇൻറ്റു RC പ്ലസ് RE. ബാക്കി എന്തുണ്ട്, ഈ ഒരു ടേം അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, ബാക്കിയുള്ള അവിടെ നിർത്തുക. സോ ഒരു VCE വരും,
പിന്നെ ഒരു വി സി സി വരും. മൈനസ് വി സി ആണ് വരുന്നത്. സോ മൈനസ് വി സി പ്ലസ് വി സി സി എന്ന് വരും. ഇതിനകത്തുനിന്ന് ഐ സി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ഐ സി? ഐ സി എന്ന് പറയുന്നത് ആ -1 നേരത്തെ -1/RC കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെ -1/RC പ്ലസ് RE കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു വി സി പ്ലസ് വി സി സി ബൈ RC പ്ലസ് RE. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ജനറൽ ഇക്വേഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് സ്ലോപ്പ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് y is equal to mx plus t എന്ന് എഴുതിക്കൂടെ? സോ y is equal to mx plus c. ഈ ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഈസ് m. ഇവിടെ സ്ലോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m അതാണ് ചോദിച്ചിരിക്കുന്നത്. therefore സ്ലോപ്പ് m is equal to അതിനകത്തുനിന്ന് തന്നെ കിട്ടും -1 കമ്പയർ ചെയ്താൽ മതി -1/RC പ്ലസ് R. ഇതാണ് ഇവിടുത്തെ സ്ലോപ്പ്. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഓപ്ഷൻസ് ഒരു 4 ഓപ്ഷൻസ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത്. ഞാനവിടെ ഓപ്ഷൻസ് ഒന്നും എഴുതിയില്ല, കാരണം ഒരു ഡയറക്റ്റ് കണ്ടുപിടിക്കാവുന്ന ചോദ്യമല്ല. നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് വെറുതെ കേസ് എഴുതിയാൽ മതി, ഈസി ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 1 മിനിറ്റ് താഴെ അത് ചെയ്യാനുള്ള സമയം എടുക്കത്തുള്ളൂ. അപ്പൊ അത് പ്രാക്ടീസ് വേണം. KCL ഒക്കെ ഇനി വരുന്ന സർക്യൂട്ടിന് അതെല്ലാം KVL അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പൊ ചിലപ്പം IC കണ്ടുപിടിക്കാനോ IB കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള കേസസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കും എക്സാമിന്. അപ്പൊ ഇവിടെ ഞാൻ സ്ലോപ്പ് കണ്ടുപിടിച്ചു, എനിക്ക് ഇതാണ് കിട്ടുന്ന ആൻസർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായിരുന്നു.